സെന്റ് തോമസ് കോളേജിൽ UDF സ്ഥാനാർത്ഥി അബിൻ വർക്കിയെ തടയാൻ ശ്രമിച്ച SFI വോട്ട് ചോദിച്ചെത്തിയപ്പോഴാണ് SFI പ്രവർത്തകർ തടയാൻ ശ്രമിച്ചത്. SFI KSU പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ഷിജോ, ആറന്മുളയൽ എന്ന് പറയുന്ന മണ്ഡലം ഇത്തവണ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. അവിടെ ആ മണ്ഡലത്തിൽ ഉൾപ്പെട്ടതാണ് ഈ കോഴഞ്ചേരി സെയിന്റ് തോമസ് കോളേജ് എന്ന് മനസ്സിലാക്കുന്നത്. എന്താണ് അവിടെ SFI പ്രവർത്തകർ ഇങ്ങനെ അബിൻ വർക്കിയെ തടയാൻ മാത്രമുണ്ടായ പ്രകോപനം? വിവരങ്ങൾ എന്താണ്? പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആറന്മുള നിയോജക മണ്ഡലം ഒരു സ്റ്റാർ ക്ലാസ് മണ്ഡലമാണ്. അത് മാത്രവുമല്ല, ഇത്തവണ ഒരു ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം കൂടിയാണ്. അങ്ങനെ കേരളത്തിൽ മൊത്തത്തിൽ ഒരു ശ്രദ്ധ, എല്ലാവരുടെയും ശ്രദ്ധ ആറന്മുളയിലേക്കുണ്ട്. എന്തായാലും ആറന്മുളയിൽ വീണ ജോർജും അബിൻ വർക്കിയും കുമ്മനം രാജശേഖരനും തകൃതിയായിട്ട് അവരുടെ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിലാണ് ഇന്നിപ്പോൾ ഈ പറയുന്ന കോളേജുകൾ, ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് UDF സ്ഥാനാർത്ഥി അബിൻ വർക്കി എത്തിയത്. ഇന്നലെ പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിലെത്തി അബിൻ വർക്കി അവിടെ KSU പ്രവർത്തകർക്കൊപ്പം അധ്യാപകരോടും അവിടെയുള്ള മറ്റ് കോളേജ് അനധ്യാപകരോടുമൊക്കെ വോട്ട് അഭ്യർത്ഥിച്ചിരുന്നു. ഇന്നിപ്പോൾ കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിൽ അബിൻ വർക്കി തന്റെ സഹപ്രവർത്തകരോടൊപ്പം വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി എത്തിയപ്പോഴാണ് കോളേജിലുള്ള SFI പ്രവർത്തകർ അബിൻ വർക്കിയെയും മറ്റുള്ളവരെയും തടഞ്ഞ ഒരു പ്രകോപനം സൃഷ്ടിച്ചത്. അങ്ങോട്ടും ഇങ്ങോട്ടും UDF സ്ഥാനാർത്ഥിയും ഒപ്പം ഉണ്ടായിരുന്ന ആളുകളും SFI പ്രവർത്തകരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കവും ഉന്തും തള്ളുമൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അബിൻ വർക്കി കോളേജിൽ വോട്ട് അഭ്യർത്ഥിക്കാൻ അനുവദിക്കില്ല എന്ന് SFI പ്രവർത്തകർ പറഞ്ഞു എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അബിൻ വർക്കിക്കൊപ്പം കണ്ണൂരിൽ വെച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കരിങ്കൊടി കാണിച്ച അതിലടക്കമുള്ള പ്രവർത്തകർ കൂടി കോളേജിലേക്ക് വന്നിരുന്നു. ഇതാണ് പ്രകോപനത്തിന് കാരണം എന്നുള്ള ഒരു സൂചന കൂടി ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അബിൻ വർക്കിയെ ഈ പറയുന്ന SFI പ്രവർത്തകർ അബിൻ വർക്കിയെ തടഞ്ഞത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. എന്തായാലും SFI പ്രവർത്തകർ പറഞ്ഞത് ഞങ്ങൾ ആരെയും തടഞ്ഞിട്ടില്ല എന്നുള്ള വിശദീകരണം SFI നേതൃത്വം നൽകുന്നത്. പക്ഷേ എന്തായാലും കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിൽ വോട്ട് അഭ്യർത്ഥിക്കാൻ UDF സ്ഥാനാർത്ഥി എത്തിയപ്പോഴാണ് SFI പ്രവർത്തകർ ഭാഗത്തുനിന്ന് പ്രകോപനവും സ്ഥാനാർത്ഥിയെ തടയുന്ന സാഹചര്യവും ഉണ്ടായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.